ഹായ് ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ പോകുന്നത് ആലപ്പുഴ ജില്ലയിലെ പമ്പാ നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന അതിപ്രശസ്തമായ ക്രൈസ്തവ തീർത്ഥാടന കേന്ദ്രമായ എടത്വാ പള്ളിയിലേക്കാണ്. സെൻറ് ജോർജ് ഫെറോന പള്ളി AD 1810 ഈ പള്ളി സ്ഥാപിതമായത്. ഈ പള്ളിയിലെ പ്രധാന പുണ്യവാൻ വിശുദ്ധ ഗീവർഗീസ് സഹോദരൻ സെൻറ് ജോർജ് ആണ് ഈ പള്ളിയുടെ പ്രധാന മധ്യസ്ഥൻ. ഫ്രണ്ട്സ്, വെൽക്കം ടു അച്ചാച്ചീസ്. നമ്മളിപ്പോൾ എടത്വാ സെൻറ് ജോർജ് ഫെറോന പള്ളിയുടെ ഗണപതിയാണ്. ഈ പള്ളിയുടെ വാസ്തുവിദ്യ മധ്യകാല യൂറോപ്യൻ ഗോതിക് സ്റ്റൈലിലാണ് ഈ പള്ളി നിർമ്മിച്ചിരിക്കുന്നത്. വലിയ തൂണുകളും മനോഹരമായ ആർച്ചും ഇതിൻ്റെ പ്രത്യേകതയാണ്. എടത്വാ കുട്ടനാട് താലൂക്ക് ആലപ്പുഴയിലാണ്. ആലപ്പുഴ ടൗണിൽ നിന്ന് ഏകദേശം 15-20 കിലോമീറ്റർ ദൂരത്താണ് ഈ പള്ളി സ്ഥിതി ചെയ്യുന്നത്. പമ്പാ നദിയുടെ തീരത്താണ്. ജലമാർഗം ഇവിടെ എത്താൻ സൗകര്യമുണ്ട്. ഈ പള്ളിയിൽ വരുന്നവരുടെ വിശ്വാസം മാനസികാസ്വസ്ഥതകൾക്കും മറ്റ് മാറാവ്യാധികൾക്കും ഇവിടെ വന്ന് പ്രാർത്ഥിച്ചാൽ ശമനം ലഭിക്കുമെന്നാണ് വിശ്വാസം. വിശ്വാസികൾ വിശ്വസിക്കുന്നു. പാമ്പ് വരുന്നതിനും അങ്ങനെയുള്ള നമുക്ക് അസുഖങ്ങളൊക്കെ വരുമ്പോഴും എല്ലാം മാറാനായിട്ട് നമ്മൾ നേർച്ച നടന്നു കഴിഞ്ഞാൽ മാറും എന്നാണ് വിശ്വാസം. എടത്വാ പള്ളിയിലെ ഏറ്റവും വലിയ ആഘോഷമാണ് എല്ലാ വർഷവും മേടമാസം ഏപ്രിൽ മെയ് നടക്കുന്ന പെരുന്നാൾ, വലിയ പെരുന്നാൾ. ഏപ്രിൽ 27 കൊടികയറും, മെയ് 7 അവസാനിക്കും. മനോരോഗങ്ങൾക്കും മറ്റും മാറാവ്യാധികൾക്കും ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്നത് ആശ്വാസം നൽകുന്നു എന്ന് ഭക്തർ വിശ്വസിക്കുന്നു. പമ്പാ നദിയുടെ തീരത്ത് ആയതുകൊണ്ട് തന്നെ പണ്ടുകാലത്തെ വള്ളങ്ങളിലും ഉണ്ടായിരുന്ന വിശ്വാസികൾ കൂടുതലായി എത്തിയിരുന്നത്. കുട്ടനാടിൻ്റെ ലൂർദ് എന്ന് ഈ പള്ളി അറിയപ്പെടുന്നു. കുട്ടനാട്ടിലെ കർഷകരുടെ പ്രധാന ആശ്രയ കേന്ദ്രമാണ് ഈ പള്ളി. ചരിത്രപരമായി നിലകൊള്ളുന്നത്. പ്രധാന ദിവസം മെയ് 6-7 തീയതികളിലാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആഘോഷം നടക്കുന്നത്. ഈ പള്ളിയിൽ വിശുദ്ധ ഗീവർഗീസിൻ്റെ ഒരു രൂപം പേർഷ്യൻ ശൈലിയിലുള്ളതാണ്. ഇത് പള്ളിയുടെ പഴമയെയും സാംസ്കാരിക വൈവിധ്യങ്ങളെയും സൂചിപ്പിക്കുന്നു. ഈ പള്ളിയിൽ കേരളത്തിന് പുറത്തു നിന്നും, പ്രത്യേകിച്ചും തമിഴ്നാട്, കർണാടക തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നും ആയിരക്കണക്കിന് തീർത്ഥാടകർ ഈ സമയത്ത് പള്ളിയിൽ എത്താറുണ്ട്, പെരുന്നാൾ സമയത്ത്. എടത്വാ പള്ളിയിലെ നേർച്ചകൾ വളരെയധികം പ്രത്യേകതയുണ്ട്. മറ്റ് പള്ളികളിൽ നിന്നും വ്യത്യസ്തമായ ക്രൈസ്തവ സംസ്കാരങ്ങളുടെ മനോഹരമായ ഒരു നേർച്ച ഇവിടെ കാണാൻ കഴിയും. രോഗശാന്തിക്കായി വിശ്വാസികൾ നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട നേർച്ചയാണ് ശരീരത്തിൻ്റെ ഏതെങ്കിലും ഭാഗത്തിന് അസുഖമുണ്ടായാൽ, കണ്ണ്, കാല്, കയ്യ് അങ്ങനെ ഭാഗത്തിൻ്റെ വെള്ളിയിൽ തീർത്ത രൂപങ്ങൾ പള്ളിയിൽ നേർച്ചയായി സമർപ്പിക്കുക. കുട്ടികളുടെ ആദ്യത്തെ തലമുടി നേർച്ചയായി പള്ളിയിൽ വെച്ച് മുറിക്കാറുണ്ട്. ഇവിടുത്തെ പ്രധാന ചടങ്ങാണ്. തമിഴ്നാട്ടിൽ നിന്നുള്ള തീർത്ഥാടകരാണ് ഈ നേർച്ച കൂടുതലായി ചെയ്യുന്നത്. ഇത് കുട്ടികൾക്ക് വിശുദ്ധൻ്റെ സംരക്ഷണം ലഭിക്കുമെന്ന് വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ടാണ്. ഈ പെരുന്നാൾ സമയത്ത് തമിഴ്നാട് ഉൾപ്പെടെയുള്ള എല്ലാ അയൽ സംസ്ഥാനങ്ങളിൽ നിന്നും ആയിരക്കണക്കിന് തീർത്ഥാടകർ ഇവിടെ എത്തിച്ചേരാറുണ്ട്. സ്വർണ്ണാഭരണങ്ങൾ ചാർത്തിയ വിശുദ്ധ ഗീവർഗീസിൻ്റെ രൂപം വഹിച്ചുകൊണ്ട് പ്രദക്ഷിണം പെരുന്നാളിൻ്റെ പ്രധാന ആകർഷണമാണ്. അതുപോലെ തന്നെ കുട്ടികളെ വിശുദ്ധ ഗീവർഗീസ് സഹോദരയുടെ പാദങ്ങളിൽ അടിമയായി അർപ്പിക്കുന്ന ചടങ്ങും കുട്ടികളുടെ സംരക്ഷണ ചുമതല വിശുദ്ധ ഗീവർഗീസ് സഹോദരനായി ഏൽപ്പിക്കുന്നതും എന്നതാണ് ഇതിൻ്റെ അർത്ഥം. നിശ്ചിത തുക നൽകി ഈ നേർച്ച നടത്താം. അടുത്തായിട്ട് നമ്മൾ കാണുന്നത് എടത്വാ പള്ളി. അന്ത്യവിശ്രമം കൊള്ളുന്ന വന്ദ്യനായ പുത്തൻപുരയ്ക്കൽ തോമാച്ചൻ്റെ കബറിടമാണ്. വിശ്വാസികൾക്കിടയിൽ അദ്ദേഹം പുത്തൻപുരയ്ക്കൽ തോമാച്ചൻ എന്നറിയപ്പെടുന്നു. അദ്ദേഹത്തിന് ദൈവദാസൻ, കത്തോലിക്ക സഭ അദ്ദേഹത്തെ ദൈവദാസനായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. വിശുദ്ധ പദവിയിലേക്കുള്ള നാമകരണം നടപടികൾ നടന്നു വരികയാണ്.
പാവപ്പെട്ടവരുടെ പടയാളി എന്നും അദ്ദേഹം അറിയപ്പെട്ടിരുന്നു. എടത്വാപ്പള്ളി വികാരിയായി അദ്ദേഹം ദീർഘകാലം സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. എടത്വാപ്പള്ളിയിലെ പ്രധാന തിരുനാൾ സമയത്തും അല്ലാത്തപ്പോഴും ധാരാളം വിശ്വാസികൾ അദ്ദേഹത്തിന്റെ ഖബറിടം സന്ദർശിച്ച് പ്രാർത്ഥിക്കാറുണ്ട്. എടത്വാപ്പള്ളിയിലെ പ്രധാന അൾത്താരയ്ക്ക് സമീപമാണ് അദ്ദേഹത്തിന്റെ ഖബറിടം സ്ഥിതി ചെയ്യുന്നത്. പമ്പാ നദിയുടെ കിഴക്കേ തീരത്താണ് പള്ളി സ്ഥിതി ചെയ്യുന്നത്. ആറിന്റെ തീരത്ത് നിന്ന് നോക്കിയാൽ ഗോതിക് സ്റ്റൈലിലുള്ള പള്ളിയുടെ മനോഹരമായ ദൃശ്യം കാണാൻ സാധിക്കും. പള്ളിയുടെ പശ്ചാത്തലത്തിലുള്ള ആറും പച്ചപ്പും ഫോട്ടോഗ്രാഫിക്കും പ്രകൃതി ഭംഗിക്കും ആസ്വദിക്കാൻ അനുയോജ്യമാണ്. കുട്ടനാടിന്റെ ഭാഗമായതിനാൽ പണ്ടുകാലത്ത് പള്ളിയിലേക്കുള്ള പ്രധാന വഴി ഈ ആറിലൂടെയുള്ള വഴി യാത്രകളായിരുന്നു. ഇന്നും ഹൗസ് ബോട്ടിലും മോട്ടോർ ബോട്ടിലും നിരവധി സഞ്ചാരികൾ ആറിലൂടെ സഞ്ചരിച്ച് പള്ളി സന്ദർശിക്കാറുണ്ട്. ചുരുക്കത്തിൽ എടത്വാപ്പള്ളിയുടെ ഭക്തിനിർഭയമായ അന്തരീക്ഷത്തിന് പമ്പാനദിയിൽ ഒരു പ്രത്യേക ചൈതന്യം നൽകുന്നു. എടത്വാപ്പള്ളിയുടെ തൊട്ടടുത്തുള്ള ഒരു പാലം വെറുമൊരു യാത്രാമാർഗമല്ല, അതിലുപരി ആ നാടിൻ്റെ ഒരു അടയാളമാണ്. എടത്വാപ്പള്ളിയുടെ പൂർണ്ണരൂപം അതിൻ്റെ പ്രതാപവും കൂടി കാണണമെങ്കിൽ ഈ പാലത്തിന് മുകളിൽ നിൽക്കണം. പമ്പാനദിയുടെ തീരത്ത് തലയുയർത്തി നിൽക്കുന്ന പള്ളിയുടെ ഗോപുരങ്ങളുടെയും ഏറ്റവും മനോഹരമായ കാഴ്ച ഇവിടെ നിന്നാൽ കാണാൻ സാധിക്കും. വൈകുന്നേരങ്ങളിൽ ധാരാളം ആളുകൾ ഇവിടെ നിന്ന് ഫോട്ടോ എടുക്കാൻ എത്താറുണ്ട്. കുട്ടനാട്ടിലെ ഏറ്റവും പഴയ പാലങ്ങളിൽ ഒന്നാണ് പൂർണ്ണമായി ഇരുമ്പിൽ തീർത്ത ഈ പാലം. മലയാള സിനിമകളിൽ കുട്ടനാടിനെ കാണിക്കുമ്പോൾ എടത്വാപ്പള്ളിയുടെ ഈ ഇരുമ്പുപാലം ഒരു സ്ഥിരം സാന്നിധ്യമാണ്. അത്രമേൽ മനോഹരമാണ് ഈ പശ്ചാത്തലം ഈ പഴയ പാലവും നൽകുന്നു. പഴയ കാലത്ത് പള്ളിയിലേക്ക് വരാൻ ആളുകൾ ഏറ്റവും കൂടുതൽ ആശ്രയിച്ചിരുന്നത് ഈ ഇരുമ്പ് പാലമായിരുന്നു. പള്ളിയുടെ നേരെ മുന്നിൽ പമ്പാനദിക്ക് കുറുകെ നിൽക്കുന്ന ഈ പാലം. അപ്പോൾ ഇതൊക്കെയാണ് എടത്വാപ്പള്ളിയിൽ നിന്നുള്ള കാഴ്ചകൾ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുതേ. ഓക്കെ, ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.